ഗൃഹോപകരണ രംഗത്ത് ഗുണമേന്മയുള്ള വീട്ടുപകരണങ്ങൾക്ക് മാത്രമായി ജനതയുടെ നവീകരിച്ച ഷോറൂം. മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റോവ്, വാട്ടർ കൂളറുകൾ, ഡിന്നർ സെറ്റുകൾ, സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, ക്രോക്കറി, പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ, കുട്ടികൾക്ക് ആവശ്യമായ ടോയ്സ്, ബോട്ടിലുകൾ, സൈക്കിൾ, പ്രസന്റേഷൻ സെറ്റുകൾ, ഭരണികൾ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായ ചവിട്ടികൾ, കാർപ്പറ്റുകൾ, മോപ്പുകൾ, ചൂലുകൾ, ബ്രഷ് ഐറ്റംസ്, എല്ലാത്തരം ജാറുകളും, സ്റ്റീൽ കിച്ചൺ റാക്കുകൾ, ഉരുളി, വിളക്ക്, പറ തുടങ്ങിയ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 04884250 മികച്ച ബ്രാൻഡുകൾ, മികച്ച വിൽപ്പനാനന്തര സേവനം. ജനത ഫാമിലി ബസാർ. ഷൊർണൂരിൽ ഫുട്ബോൾ പ്രേമികളുടെ ലോകകപ്പ് ഫ്ലക്സ് ബോർഡുകൾ നഗരസഭ അധികൃതർ നീക്കം ചെയ്യാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനും പ്രതിഷേധത്തിനും കാരണമായി. ഷൊർണൂർ കൊച്ചിൻ പാലത്തിന് സമീപം ലോകകപ്പ് ആവേശത്തിന്റെ ഭാഗമായി ഫുട്ബോൾ പ്രേമികൾ സ്ഥാപിച്ച അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ എന്നീ ടീമുകളുടെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ ഷൊർണൂർ നഗരസഭ അധികൃതർ നീക്കം ചെയ്യാൻ ശ്രമിച്ചതാണ് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചത്. നഗരസഭ ജീവനക്കാരെത്തി ഫ്ലക്സ് എടുത്തുകൊണ്ടുപോകാൻ തുടങ്ങിയതോടെ 3 ടീമുകളുടെയും ആരാധകരായ യുവാക്കൾ സ്ഥലത്തെത്തി ശക്തമായ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. ഏകദേശം 50,000-ഓളം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളാണ് അധികൃതർ ഒരു മുന്നറിയിപ്പുമില്ലാതെ പൊളിച്ചുമാറ്റാൻ ശ്രമിച്ചതെന്ന് യുവാക്കൾ ആരോപിച്ചു. നഗരത്തിലെ പാതയോരങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അനവധി ഫ്ലെക്സ് ബോർഡുകൾ ഇപ്പോഴും പരസ്യമായി ഇരിക്കുന്നുണ്ടെന്നും അതൊന്നും കാണാത്ത അധികൃതരാണ് യുവാക്കളുടെ 1 മാസത്തെ ആവശ്യം തല്ലിക്കെടുത്താൻ എത്തുന്നതെന്നും ക്ലബ്ബ് ഭാരവാഹിയായ ജംഷീറും കൂട്ടുകാരും പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് സുപ്രഭാതത്തിൽ വന്നിട്ടാണ് ഇവർ ഞങ്ങളോട് ഇരിക്കുമ്പോൾ നോക്കിയിട്ട് ആ സാധനം വലിച്ചു കയറുന്നത്. ആരാണ്? ഈ മുനിസിപ്പാലിറ്റി സ്റ്റാഫ് വന്നിട്ട്. അപ്പോൾ നമ്മളോട് ഒന്നല്ലെങ്കിൽ മുന്നേ ഒന്ന് അറിയിക്കണം, അല്ലെങ്കിൽ എന്താണ് സംഭവം പറയണം. ഒന്നുമില്ലാതെ പെട്ടെന്ന് ഒന്ന് വലിച്ചു കയറുകയാണ്. കേരളത്തിൽ മൊത്തം വെച്ചിട്ടുണ്ട്. ഇവർ സെപ്പറേറ്റ് പരാതി പോയിന്നാ പറഞ്ഞു. പരാതിക്കാരാണെന്ന് പോലും നമ്മുടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ കാണണമെങ്കിൽ നടപടി അവർ സ്വീകരിക്കണം. അത് നമുക്ക് പറയുള്ളൂ. അല്ലെങ്കിൽ ഷൊർണൂർ മുനിസിപ്പാലിറ്റി കേരളത്തിൽ മൊത്തം എടുക്കട്ടെ. കാരണം കേരളത്തിൽ മൊത്തം എടുക്കണം. കാരണം വെച്ചാൽ 1 മാസമാണ് ഞങ്ങളിത് ആഘോഷിക്കുന്നത്. മറ്റുള്ള ഒരു പേപ്പറും കാര്യം വന്നാൽ അത് അയച്ചു മാറ്റാൻ ഒരാൾക്കും നേരില്ല, ഒരാൾ വരില്ല. ഇവിടെ എത്ര ആളുകളുടെ ബോർഡുകൾ വെക്കുന്നുണ്ട്, പരസ്യങ്ങൾ വെക്കുന്നുണ്ട്, അതിന് ആൾക്ക് കംപ്ലൈന്റ് ഇല്ല. ഞങ്ങൾ ചെറുപ്പക്കാർ പൈസ പിരിച്ചിട്ട് ഒരു ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞാൽ അത് അഴിക്കാൻ വരിക. അഴിച്ചോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളൊന്നും അറിയിക്കണ്ടേ? ഞങ്ങൾ എത്ര പേര് പൈസ വാങ്ങിയിട്ട് സാധനം വെക്കുന്ന അറിയോ? നമുക്ക് അഴിക്കാൻ കാര്യങ്ങളൊക്കെ അറിയില്ല. ഏകദേശം എത്ര രൂപ വില മതിക്കുന്നതിന്? എല്ലാം കൂടി 3 കോടി 19 ചെലവ് വന്നിട്ടുണ്ടാണ്. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ജംഷീർ. നഗരസഭയുടെ ഈ വിവേചനപരമായ നടപടിക്കെതിരെ ശക്തമായി രംഗത്ത് വരുമെന്നും ഫുട്ബോൾ ആരാധകർ വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാന പാതയോരങ്ങളിൽ യാതൊരുവിധ ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിക്കാൻ അനുമതിയില്ലെന്നാണ് നഗരസഭ അധികൃതരുടെ വിശദീകരണം. ഇവിടെ കൂറ്റൻ ഫ്ലക്സുകൾ സ്ഥാപിച്ചതിനെതിരെ തിരുവനന്തപുരത്തേക്ക് ആരോ പരാതി നൽകിയിരുന്നുവെന്നും അവിടെ നിന്ന് ലഭിച്ച കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബോർഡുകൾ അഴിച്ചുമാറ്റാൻ നടപടി സ്വീകരിച്ചതെന്നും ഷൊർണൂർ നഗരസഭ അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCV.